കുട്ടികൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. ഈ സായാഹ്ന സമയത്ത് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കേൾക്കാനും അറിയാനും ഈ ശനിയാഴ്ച ദിവസം നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയാണ്. ജീവിതത്തിൽ ഇങ്ങനെ നമ്മെ കൂട്ടിയിരുത്തുന്നത്, ഇങ്ങനെ നമ്മെ ഒന്നിപ്പിക്കുന്നത് പരലോകമുണ്ട് എന്ന ബോധമാണ്. ഇന്നത്തെ ദിവസം എൻ്റെ മുന്നിലേക്ക് 2 ഡ്യൂട്ടികൾ എത്തിയിരുന്നു. ഒരു PSC ഡ്യൂട്ടിയാണ്, മറ്റൊന്ന് MGMD ക്ലാസ്സുകൾ. അപ്പോൾ അതിലേതിന് പോകണം എന്നാലോചിച്ചപ്പോൾ ഇതാണല്ലോ നമുക്കും കൂടി ഹൈറായിട്ടുള്ളത്. അങ്ങനെ ഞാനില്ലാതെ സ്കൂളിൽ എഴുതി കൊടുത്തു. ഞാൻ സൂചിപ്പിച്ചത് നമ്മെ എല്ലാവരെയും, നിങ്ങളും ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയത് നാളെ പരലോകത്ത് സ്വർഗം ലഭിക്കണം എന്നൊരു ചിന്തയാണ് നമ്മയൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്ന വളരെ കുറച്ച് ആളുകൾ സമൂഹത്തിലുണ്ട്. പരലോകത്തിൽ വിശ്വസിക്കുന്നവർ തന്നെ കുറച്ച് ആളുകളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾ ഹിന്ദു സഹോദരങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം പരലോക വിശ്വാസം എന്നൊന്നില്ല. അതായത് ഈ ലോകം കഴിഞ്ഞ് മറ്റൊരു ലോകമുണ്ട് എന്ന് സംസാരിക്കുന്നതിനെ വളരെ രസകരമായി കൊണ്ടാണ് അവർ നമ്മളോട് സംസാരിക്കാറുള്ളത്. എൻ്റെ സഹപ്രവർത്തകരിലൊക്കെ ഹിന്ദു സഹോദരങ്ങളായ വളരെ സ്നേഹമുള്ള എൻ്റെ സുഹൃത്തുക്കളും അവരൊക്കെ ഇങ്ങനെ പരലോകത്തെ കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ വളരെ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. നിങ്ങൾക്ക് സ്വർഗം വേണോ? സഹോദരൻ ഒരിക്കൽ സ്റ്റാറ്റസ് ഇട്ട്, നിങ്ങൾക്ക് സ്വർഗം വേണോ? വേണം. 10 മിനിറ്റ് കൊണ്ട് സ്വർഗം വേണോ? വേണ്ട. ഒരു കളിയൊക്കെയാണ് 10 മിനിറ്റ് കൊണ്ട്, അപ്പൊ നമുക്ക് വേണ്ട. അതെന്ന് വെച്ചാൽ അവർക്ക് ബോധ്യമല്ല, അവരവിടെ കളിയാക്കൊന്നുമല്ല. അതാണ് വലിയ വിഭാഗമാണ്. പിന്നെ മറ്റു മതസ്ഥരായ ആളുകൾക്ക് സ്വർഗം എന്ന വിശ്വാസം ഉണ്ടെങ്കിലും, ഇപ്പൊ ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഉണ്ടെങ്കിലും അവിടേക്ക് പ്രവേശിക്കാനുള്ള കുറെ കുറുക്കുവഴികൾ ആലോചിക്കുന്നവരാണ്. മുസ്ലിം സമുദായത്തിൽ തന്നെ നമ്മുടെ സഹോദരന്മാർ, സമസ്ത സഹോദരങ്ങളൊക്കെ ഇവിടെ ഉസ്താദന്മാരെയൊക്കെ ഒന്ന് ആദരിച്ച് ഏതെങ്കിലും ഒരു പരിപാടി നടത്തി നബിദിനത്തിന് കുറച്ച് പാട്ടൊക്കെ പാടി കുറച്ച് പായസമൊക്കെ വെച്ച് കൊടുത്താൽ സ്വർഗം കിട്ടുന്നു കൊടുത്ത പോലുണ്ട്. അതുകൊണ്ടാണ് നബിദിനാലിൽ പോണ കുറെ ആളുകൾ കണ്ടുപിടിച്ചുണ്ടാവും. നമ്മളിത് ഇന്നും നേരിട്ട് നടക്കണമെന്നായിരിക്കും, അല്ലാതെ വൈക്ക് വരില്ല. അതിലങ്ങനെയല്ല. ഓരോ ആത്മ പരിപാടിണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഏത് സ്കരിക്കുന്നുണ്ടാവും, സ്കരിക്കാത്തതുണ്ടാവും, കള്ളു കുടിച്ചുകൊണ്ടുണ്ടാവും, വെള്ളിക്കാത്തതൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെങ്ങനെ ശബ്ദത്തിൽ മതി സ്വർഗം കിട്ടാനുള്ളതാണ് അവരുടെ വിശ്വാസം. അതിൽ നിന്ന് മുജാഹിദുകളായ നമ്മെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ ഈ സംഗതികൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളാണോ? ആണെങ്കിൽ ഒരു വിധമൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് മാന്യമായി സമൂഹത്തിൽ ജീവിക്കുന്നവരെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്നത് നമ്മുടെ സ്വർഗമാണ്. ആ സ്വർഗം എന്നത് മരിക്കുന്ന സമയം മുതൽ അള്ളാഹു നമുക്ക് നൽകും. സ്വർഗത്തിന്റെ അനുഭൂതി നൽകും. നമുക്കറിയാം, ഇന്നല്ലതീന കാലം ഉറപ്പുന്ന നമ്മുടെ മരണം എന്ന് പറഞ്ഞാല് നമ്മൾ മരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു സമയം നമ്മിലേക്ക് വരും. നമുക്കിടത്തൊരു നെഞ്ചുവേദനകൾ വരുമ്പോൾ മരിക്കാന്ന് തോന്നും. മരിക്കില്ല, നമ്മൾ മരിക്കണില്ല, നമുക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നലല്ല, തീരെ സുഖമില്ല, മരിക്കാനായോ എന്ന് തോന്നുകയല്ല. ശരിയായ ഒരു തോന്നൽ നമുക്ക് വരാത്തത് തോന്നാത്തതാണ്. അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഖുർആൻ പറഞ്ഞപ്പോൾ തന്നെ അന്നഹുൽ ഫിറാഖ്, ഒരു മനുഷ്യന് മനസ്സിലാകും ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയുകയാണ് എന്ന് ഒരു മനുഷ്യന് മനസ്സിലാകുന്ന ഒരു സന്ദർഭം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. പക്ഷെ ഞാൻ പോവുകയാണല്ലോ എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന സമയമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ഇന്നല്ലദീന ഖാലു റബ്ബുന, ഞങ്ങളുടെ സൃഷ്ടാവ് അല്ലാഹുവാണ് എന്ന് പറയുന്നവർ, പിന്നെ നേരെ ചൊവ്വ ജീവിക്കുന്നവർ. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, പിന്നെ നേരെ ചൊവ്വ ജീവിക്കുന്നവർ. വിവരം വെച്ച പ്രായം മുതൽ പ്രായപൂർത്തിയായ പ്രായം മുതൽ
ഒരു വക്ത് നമസ്കാരം ഒഴിവാക്കാതെ, യാത്രയിലാണെങ്കിൽ ജമ്മും ബസ്സുമായി, ഹോസ്പിറ്റലുകളിലൊക്കെ പോയാൽ മുജാഹിദ് സ്ത്രീകൾ മാത്രമേ അവർ നിസ്കരിക്കുന്നുണ്ടാവുള്ളൂ. അണയൊക്കെ നിസ്കരിക്കും, അല്ലാത്തവർക്ക് മാറ്റിയൊക്കെ ചെയ്യാം. ഞങ്ങൾ ഈ അടുത്ത് 7 ദിവസം ഞങ്ങൾക്ക് ഒരു ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. 85 വയസ്സ് കഴിഞ്ഞ ആളുകൾ വോട്ട് ചെയ്യിപ്പിക്കുന്ന ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ എന്റെ കൂടെ ഒരു പോലീസുകാരത്തിയായിരുന്നു, മുസ്ലിമായിട്ടൊരു സ്ത്രീ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ 1-ാം ദിവസം അങ്ങനെ പോയി. അപ്പൊ ഞാന് 3 ഉദ്യോഗസ്ഥരും ഞങ്ങൾ അറബി കോളേജ് കഴിഞ്ഞതാണ്. പിന്നെ ഡ്രൈവറും പിന്നെ പോലീസുകാരും 5 ആൾ മുസ്ലിങ്ങളാണ്. ഇന്ന് മാത്രമല്ല, ഈ 3 ആൾ കേരളന്മാരുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താ സംസാരിക്കാണ്ടാക്കാം, നമുക്ക് നമ്മുടെ സമ്മേളനം നമ്മുടെ പ്രവർത്തനമൊക്കെ സംസാരിക്കാണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ 1-2 ദിവസം ഇങ്ങനെ പോയപ്പോ ഞങ്ങൾ കൃത്യ സമയത്ത് പിന്നെ നിസ്കരിക്കാൻ നിർത്തും. ഇനി ഭയങ്കരമായിട്ട് യാത്രയിൽ ഞങ്ങൾ ജമ്മു ബസ്സുകൾ നിസ്കരിച്ചു. പിന്നെ കയറുമ്പോൾ പ്രാർത്ഥനയിലും പിന്നെ ഒരു ഇസ്ലാമിക ടച്ച് ആ വണ്ടിക്ക് വന്നു. 2-ാം ദിവസം വരെ ഞാൻ അന്വേഷിക്കുക നിങ്ങൾ പറഞ്ഞപ്പോലെ എവിടേക്കെങ്കിലും അറിയാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ അപ്പോഴൊക്കെ വിചാരിക്കുന്നതാണ്. ഒന്നും അമ്പാടുള്ള ആളാണ്, ഹൈസ്കൂൾ അധ്യാപകനാണെന്ന് ഞാൻ പറയുന്നത്. അവസാന ദിവസത്തിന്റെ 9 ദിവസം മുമ്പ് അവരെ നമ്മളോട് ഇങ്ങോട്ട് പറയുന്നു, നിങ്ങൾ ഞാൻ വിചാരിക്കണമായിരുന്നല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കണമായിരുന്നല്ല കേട്ടോ, ഞാൻ എല്ലാവർക്കും നിസ്കരിക്കുന്നില്ല, നമ്മൾ നിസ്കരിക്കണമെന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുള്ള നിസ്കരിക്കില്ല, അല്ല ഞാൻ വീട്ടിൽ പോയി നിസ്കരിക്കും. അപ്പൊ അവർക്ക് നമ്മളെല്ലാവരും നിസ്കരിക്കണില്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞത് ചോദിച്ചാല് അങ്ങനെയുള്ള സമൂഹം നല്ലൊരുത്തുമ്പോ അങ്ങനെയും അല്ലാത്ത അങ്ങനെയും ഒരു മോശമല്ല ഞാൻ പറഞ്ഞത്. ഇല്ലേ, നമ്മുടെ സമൂഹത്തിൽ കുട്ടികളൊക്കെ നാശാക്കാൻ ഒരിക്കനുസരിച്ചുള്ള കമ്പനി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അവരെല്ലാവർക്കും ഇങ്ങനെ പറഞ്ഞു. ഞാൻ സൂചിപ്പിച്ചെന്ന് വെച്ചാൽ അങ്ങനെ പോണ കുറെ ആൾക്കാരുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോയാൽ 10 ദിവസം നിസ്കരിക്കുക, പിന്നെ ഒന്ന് കുളിച്ചു മാറ്റി 10-ാം തീയതി നിസ്കാരം 20-ാം തീയതി വരെ സുബഹി മുതൽ തുടങ്ങുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ തുമ്മസ്താമെന്ന് പറഞ്ഞിട്ട് വിശ്വാസത്തിൽ പകരുന്ന ആളുകളല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്തിഖാമത്തുള്ള ആളുകൾ, നേരെ ചൊവ്വേ നിലകൊള്ളുന്നവർ. ഒരു മുജാഹിദായി നല്ല വിശ്വാസിയായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അത് പ്രയാസ സത്യത്തില് എന്തൊക്കെ ശ്രദ്ധിക്കണം. നമുക്കൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് കുറെ കാലം ശ്രദ്ധിക്കണം. നമ്മളിപ്പോ നമ്മുടെ കുട്ടികളും മറ്റുള്ള കുട്ടികളൊക്കെ പഠിക്കുന്നവരെ സ്കൂളിലേക്ക്, അവന്റെ 1-ാമത്തെ 2-ാമത്തെ കുട്ടികൾക്കും കുഴപ്പമില്ല. എന്റെ 3-ാമത്തെ കുട്ടിക്കൊക്കെ പക്ഷെ എന്റെ ബർത്ത്ഡേ എന്നാ ഞാൻ പറയും, എന്റെ ബർത്ത്ഡേ എന്താണെന്ന് വെച്ചാൽ പിന്നെ എന്റെ ബർത്ത്ഡേ ഇപ്പൊന്നിട്ട് എന്റെ കുട്ടികൾക്ക് എത്ര വയസ്സെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എനിക്ക് അങ്ങനെ വിവരമൊന്നുമില്ല. എന്റെ അടുത്ത് അങ്ങനെ വിവരത്തിന്റെ ഭാര്യയുടെ അടുത്ത് ഒരു വിവരമില്ല. അപ്പൊ ചിലവർ പെട്ടെന്ന് വളരെ വിവരമൊക്കെ ഉണ്ടാവും. ബർത്ത്ഡേ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ എന്നാൽ കുട്ടി ഓർഡർ പോട്ടം 1-ാം മാസത്തില് 2-ാം മാസത്തില് 3-ാം മാസത്തില് 4-ാം മാസത്തില് ഇങ്ങനെ ഒരു വയസ്സ് അത്രയൊന്നും എഴുതിയിട്ടില്ല. എന്നാലും ഒരു ഇടങ്ങൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കേണ്ട ഒരു വയസ്സാകുമ്പോ ഞാൻ പറഞ്ഞ എന്തൊക്കെ കരുതാം. ഒരു കല്യാണം നടക്കുമ്പോ, ഒരു കല്യാണത്തിന് ഒരു പെണ്ണ് കണ്ട വീട്ടിൽ പോകുമ്പോ വരെ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ ഇത് നടക്കണം പറയാം. ഞാൻ ഈ അടുത്ത് പോയപ്പോ പറഞ്ഞു വീട്ടിൽ പോകല്ലേ, അപ്പൊ ഒരു ബന്ധം നമ്മൾ കൊണ്ടുപോകുക, പെണ്ണിനെ ഇഷ്ടപ്പെട്ടാലേ. ഞാൻ പറഞ്ഞ നമ്മളൊരു സംസ്കാരത്തെ കുറിച്ചാട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് സാധാരണ പേര് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുക, കുറച്ച് ഓറഞ്ച് വാങ്ങും, കുറച്ച് ആപ്പിൾ വാങ്ങും, പിന്നെ ആ പേരിച്ച കുട്ടിക്ക് 4 മുട്ടായി വാങ്ങും, അതേ മരുന്ന് വേണമെങ്കിൽ പോയിക്കോളി. അതല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ മുട്ടായി നോക്കി ഇങ്ങനെ നടന്നു പോകും. അതായത് നമ്മൾ അതുവരെ ശ്രദ്ധിക്കണവരാണ്. അതനമ്മുടെ വിശ്വാസത്തിന് എത്രത്തോളം ബാധകമാകുന്നില്ല എന്നല്ല, നമ്മൾ ഇങ്ങനെ കരുതി ജീവിക്കണവരാണ് വിചാരിക്കുക. നമുക്ക് മുട്ടായി പൈസ ഇല്ലാത്തണ്ട ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കും. നമ്മുടെ കല്യാണം തങ്ങളുടെ കുട്ടിയുടെ കല്യാണം വരുന്നുണ്ട്, പറയണമായിരിക്കും നടക്കില്ല. എന്നാൽ ഈ കൊറോണ പറയുമ്പോൾ കുറച്ചെങ്കിലും നടക്കണം. എത്ര ഇടങ്ങാറാണ്. ഞാൻ നമ്മളോട് പോകുമ്പോൾ നിങ്ങളായിട്ട് വരും വലിയ ഭീമമാങ്ങനെ വന്നോക്കിയാണെന്ന കയ്യില്ലേ സംഗതിക്ക് നമുക്ക് ഇപ്പൊ ആളുകളൊന്നുമില്ല. എന്നാലും നമ്മളൊക്കെ കരുതാണ്. അപ്പൊ അതിനെക്കുറിച്ച് അളിയന് വേണ്ടത്ര തെറ്റ് പറ്റില്ല, മക്കൾക്ക് പറ്റില്ല, കുട്ടിക്ക് പറ്റില്ല. നമ്മളെല്ലാം മരണത്ര കൊണ്ടുനടക്കുന്ന ആൾക്കാരായി മാറും. ഞാൻ പറയുന്നത് മുജാഹിദ് എത്രത്തോളം എവിടെയൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ഭാര്യയുടെ വസ്ത്രവിധാനം, നമ്മുടെ സംഗതി, നമ്മുടെ ഓഫീസ് സ്റ്റാഫിൽ ഇരിക്കുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം പൂർത്തിയാക്കണമെങ്കിൽ നല്ല കരുതൽ വേണം. നമ്മുടെ നാവുകൂടെ മോശം സംസാരം വരാൻ പാടില്ല, തെറി വിളിക്കാൻ പാടില്ല, ചീത്ത വിളിക്കാൻ പാടില്ല, ഇങ്ങോട്ട് ചൂടാകുന്നവരോട് അങ്ങോട്ട് ചൂടാകാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ കരുതി പരമാവധി നമ്മൾ ജീവിക്കണം. അതന്നെ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ജീവിച്ചാൽ സുഖമുള്ളൂ. അങ്ങനെ ജീവിച്ചാൽ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا
നല്ല മനുഷ്യരായി ജീവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുന്ന മലക്കുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, ഈ മലക്കുകൾ മനുഷ്യരിലേക്ക് വന്നു ചേരും. എന്നിട്ട് ആ മലക്കുകൾ പറയും, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല കേട്ടോ, വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. വല്ലാത്ത രണ്ട് വർത്താനം. എന്താണ് അല്ലാ തഖാഫൂ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? قال مجاهد وعكرمة وزيد بن أسلم أي مما تقدمون عليه من أمر الآخرة. അതിന്റെ വിശദീകരണമാണ്. നമ്മൾ മരണം നമുക്കറിയാം, നമ്മൾ നല്ല മനുഷ്യന്മാരാണ്, നമ്മൾ മരിക്കുമ്പോൾ നമുക്കൊരു ഭയം ഉണ്ടാവും. അതെന്താ? പടച്ചോനെ ഇവിടുന്ന് പോയ ആ അടുത്ത ലോകം എന്താണ്, പരലോകം എന്താണ്? അപ്പൊ മലക്കുകൾ എന്ന് പറയുന്നത് അറിയാം, പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ഭയവും വേണ്ട കേട്ടോ എന്നാ പറയും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്വർഗീയമായ അനുഭൂതി എന്ന് പറഞ്ഞാൽ. പരലോകത്തിന്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണം കേട്ടോ. നിങ്ങൾക്ക് സ്വർഗാണോ നരകാണോ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണം കേട്ടോ. നിങ്ങളുടെ ഖബർ ജീവിതത്തിൽ നിങ്ങൾ പ്രയാസപ്പെടുമോ എന്ന ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഇവിടുന്ന് മരിച്ചു പോയാൽ ഖബർ ജീവിതത്തിന്റെ ഒരു ഭയത്തെ കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ആശങ്കയും വേണ്ട കേട്ടോ. അവിടെ നിങ്ങൾക്ക് സന്തോഷമായിരിക്കുട്ടോ എന്ന് മരിക്കുന്ന സമയത്ത് മലക്കുകൾ പറയും. വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടേണ്ടതുമില്ല. എന്താണ് സങ്കടപ്പെടേണ്ടത്? അലാമാ ഖലഖ്തുമൂഹു മിൻ അംരി ദുനിയാൻ വലദിൻ വഅഹ്ലിൻ വമാലിൻ. അതാണ് സങ്കടം. സങ്കടം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല മനുഷ്യന്മാരാണ്, പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് എന്തിനൊക്കെ സങ്കടം? മക്കളുടെ കാര്യത്തിൽ സങ്കടം, പേരക്കുട്ടികളുടെ കാര്യത്തിൽ സങ്കടം, നമ്മുടെ സമ്പത്തിന്റെ കാര്യത്തിൽ സങ്കടം, നമ്മുടെ ഭാര്യയുടെ കാര്യത്തിൽ സങ്കടം, ഭർത്താവിന്റെ കാര്യത്തിൽ സങ്കടം. മലക്കുകൾ പറയും, നിങ്ങൾ ഒന്നിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു വിഷമം വേണ്ടട്ടോ. അതാണ് വലാ തഹ്സനൂ, ടെൻഷൻ നിങ്ങൾക്ക് വേണ്ടട്ടോ. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ടട്ടോ. നിങ്ങളുടെ അഹലിന്റെ മാലിന്റെ വലതിന്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ടട്ടോ എന്ന് പറയും. എനിക്കറിയാം, ഉമ്മ അവസാന കാലത്ത് മരിച്ചു, 8 മാസം അല്ലാഹു സ്വർഗ്ഗം കൊടുത്തു. ഉമ്മാവിന്റെ ചെറിയ മോളോട് ഇഷ്ടം തരുന്ന എന്തൊരു ഇഷ്ടമായിരുന്നു. ഇത് ഉമ്മനോട് ഇങ്ങനെ പറയും, എടാ എനിക്ക് ഇത്രയും കാലം മരിക്കാനൊന്നും ഒരു വീട്ടിൽ ബേജാറില്ലേനി, എനിക്കിപ്പോ എന്റെ കുട്ടിനാണ്, നമ്മളെ കുട്ടിനാണ് ആലോചിക്കും. അത് ഇഷ്ടമാണ്. അങ്ങനെയല്ലോ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ? ഈ കല്യാണം കഴിക്കാൻ പറയാൻ കുട്ടികൾ വിചാരിക്കും കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഗതി. കല്യാണം കഴിഞ്ഞാൽ ഒരു 5-6 കൊല്ലം കുട്ടികൾ കഴിക്കുന്നില്ലെങ്കിൽ എന്തൊരു ടെൻഷനാണ്. അപ്പൊ കുട്ടി ഉണ്ടായാൽ നമുക്ക് മനസ്സിലാവും, ജീവിതത്തിൽ നമ്മൾ പെണ്ണിട്ടണമെന്നൊരു കുട്ടി ഉണ്ടാകുന്നുണ്ടോ. എനിക്കൊക്കെ എപ്പോഴും 4 വയസ്സായ 3 വയസ്സായ കുട്ടി ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നടക്കൂലല്ലോ. ഒരു രസമാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അപ്പൊ കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര സംഗതി തന്നെയായിരിക്കും. അപ്പൊ അമ്മക്കൊക്കെ അങ്ങനെ തോന്നും. നിങ്ങൾ അമ്മമാരോട് ചോദിച്ചു നോക്കി, ഏറ്റവും സന്തോഷം എന്താണ്? നമ്മളെ കുട്ടികൾ ഉണ്ടാകുകയാണ്. എന്റെ അമ്മയൊക്കെ പറഞ്ഞു, അതാണ് സന്തോഷം. വേറെ കുട്ടികൾ ഉണ്ടാകുകയാണ്. സംഗതി വലിയമ്മ പേര്, പക്ഷെ അയക്കളെ കാണാത്ത വലിയ കഴിയില്ല. എന്റെ മകൾക്ക് എത്രമാനം പേരെ കുട്ടികളാണ്. ഞങ്ങൾ 11 മക്കളാണ്, 11ാമത്തെ കുട്ടിയാണ്. ഞങ്ങളൊക്കെ 4-5 കുട്ടികളാണ്. അതിനൊക്കെ കുറെ കുട്ടികൾ. എന്റെ പേർക്ക് നിരത്തി കുട്ടികളാണ്. ചിലപ്പോൾ എല്ലാത്തിനും കൂടി ആക്കി വിടാൻ തോന്നും. കാരണം എന്താ വെച്ചാൽ എന്റെ നാട്ടിൽ അറവാട് സൂര്യണ്ടാവില്ല, എപ്പോഴും ഇല്ല. രസത്രയാണ്. ഞങ്ങൾ പരീക്ഷ ഒന്നിലാന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും അറിവ് വാങ്ങിക്കണമെന്ന് എല്ലാവരും വിളിച്ചു. വീരടാണ് പോകുമ്പോഴേ എന്ത് മനസ്സിലാവുള്ളൂ. എന്റെ ഉമ്മ പോയപ്പോ കൂടൊക്കെ കുറെ കാര്യം. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും വാങ്ങിയാൽ സീറ്റ് ഔട്ട് ഇങ്ങനെ ഇരിക്കണം. പോണോളെയൊക്കെ വിളിച്ചു കൊടുക്കാനില്ല. ആരും കേറില്ല. ഉമ്മാരുണ്ടാവുമ്പോൾ എല്ലാവരും വരുള്ളൂ. ഉമ്മാരും ബാപ്പാരുടെ കയ്യിലുള്ളവരും മരക്കളൊന്നും അടങ്ങാറാണ്ട. ഉമ്മാരുടെ കാര്യത്തെ വരുള്ളൂ. നമ്മൾ കൊണ്ടുവന്നവരും വരുന്നത് ഉമ്മാനെ കാണാൻ പറ്റുന്നതാണ്, ബാപ്പാരെ കാണാൻ പറ്റുന്ന. ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പൊ മരിക്കുന്ന സമയത്ത് അല്ലാഹു പറയും, നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട, നിങ്ങൾക്ക് പരലോകത്തെ കുറിച്ച് ആശങ്ക വേണ്ട. നിങ്ങൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ട ആ സ്വർഗം നിങ്ങൾക്കുണ്ട് എന്ന് ആ മലക്കുകൾ നമുക്ക് സന്തോഷവാർത്ത അറിയിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടുന്ന് മരിച്ചു പോകണം. അതിനാണ് നമ്മൾ ഇങ്ങനെ കൂടുന്നത്. അതിനാണ് നമ്മൾ നമ്മുടെ മക്കളെ നന്നാക്കുന്നത്. അതിനാണ് നമ്മൾ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ടത്. അതിനാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാം. ഇവിടെ എന്തൊക്കെ രസമുണ്ട്, ഇവിടെ രസമുണ്ട് നമ്മൾ തോന്നുന്നൊക്കെ ഇവിടെ നമുക്ക് നഷ്ടമായി തീരുന്ന സംഗതികളാണ്. എന്നാൽ നമുക്ക് താൽക്കാലികമായി കുറെ സംഗതികൾ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പൊ നമുക്ക് ആ സ്വർഗം വേണം. ആ സ്വർഗത്തിനാണ് നമ്മളെല്ലാ സംഗതികളും റെഡിയാക്കുന്നത്. അപ്പൊ ആർക്കൊക്കെ സ്വർഗം വേണം? ആർക്കൊക്കെ സ്വർഗം വേണം? എന്റെ ഉമ്മാനെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഇന്നിപ്പോ ഞാൻ
ഒരു ഉച്ചക്ക് ഈ 4 മണിക്ക് ക്ലാസ് ആവുമ്പോൾ ഉച്ചക്ക് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് എൻ്റെ വൈഫിനോട് ഇങ്ങനെ പറഞ്ഞു, എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെ നബിനെ നമുക്ക് ഇങ്ങനെ കാണുക, നമ്മൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ചു നിങ്ങളതിനെ കുറിച്ച്. അല്ല, അല്ലാത്ത റസൂൽ ഒരു മനുഷ്യനാണല്ലോ, ഒരു മനുഷ്യനാണ്. 40ാമത്തെ വയസ്സിൽ രൂപത്തിൽ ലഭിച്ച അപ്പൊ നബിന്റെ കുറെ രൂപങ്ങൾ ഇങ്ങനെ ഹദീസിൽ വന്നിട്ടുണ്ട്. നബിയുടെ മുടി, നബിന്റെ ആകാരം, നബിന്റെ രൂപം. അപ്പൊ നമുക്ക് സ്വർഗ്ഗം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ നബിനെ അവിടുന്ന് കാണും, ആയിഷ ബീവിനെ അവിടുന്ന് കാണും, നമ്മളെ ഉമ്മാനെ അവിടുന്ന് കാണും. എന്റെ ഒന്നാമത്തെ പ്രാർത്ഥന ഉമ്മാനെ ജീവിതത്തിൽ ഉമ്മ നഷ്ടപ്പെടുകയാണ്. ഞാൻ എവിടെ പ്രസംഗത്തിൽ പോയാലും ഇപ്പൊ ഞാൻ പോയി 3 പ്രാവശ്യം കോളിംഗ് ബെൽ അടിക്കണം. എന്റെ ഭാര്യ മോശമായിട്ടൊന്നുമല്ല, ഭാര്യ വളരെ ഉഷാറാണ്, ഞാൻ അവിടെ മോശമാക്കാൻ വേണ്ടി പറയാം. പക്ഷെ എന്റെ ഉമ്മയുടെ കാലത്ത് എനിക്ക് ഒരു പ്രാവശ്യം കൂടി ബെല്ലടിക്കേണ്ടി വന്നിട്ടില്ല. ഒരു പ്രാവശ്യം കൂടി ഞാൻ ബെല്ലടിക്കൂല. ഇന്ന് മാത്രമല്ല, എന്നെ കുറിച്ച്, എന്റെ ഉമ്മാനെ പറ്റി, എന്റെ കുട്ടി, എന്റെ ചെറിയ കുട്ടി എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള മക്കളോടൊക്കെ ഞാൻ പറയാം. എപ്പോഴും ഇന്നെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യും. ഞാൻ പറയുന്നതിന് ചെറുപ്പം മുതലേ ഉമ്മാന്റെ വേദവാക്യം ആരും എന്റെ പെങ്ങന്മാര് വരെ ചില കാര്യം സ്വീകരിക്കണമെങ്കിൽ ഇന്നോട് പറഞ്ഞാൽ ഉമ്മാനോടാണ് സ്വീകരിക്കലാണ്. കാരണം എന്താ വെച്ചാൽ ഒന്ന് പോലും ഉമ്മ ചെറുപ്പത്തിൽ കുറുമ്പേന്. അപ്പൊ അതോടെ നമ്മൾ ഇങ്ങനെ പറയണമൊക്കെ അംഗീകരിച്ചെന്ന് പിന്നെ അത്ര രക്ഷപ്പെട്ട നമ്മ അങ്ങനെ പോവുകയാണ് നമ്മളെ. അപ്പൊ അമ്മാനൊക്കെ കാണണ്ടേ. എന്റെ 10ാമത്തെ വയസ്സിൽ ബാപ്പ മരിച്ചിട്ടുണ്ട്. നമുക്കുണ്ടാവും ബാപ്പാന്ന് വിളിക്കാൻ ഒരു പൂതി, ബാപ്പാനെ കാണാൻ ഒരു പൂതി. നമ്മളെത്ര കൂട്ടുകാരന്മാരെ മരിച്ചു, നമ്മളെത്ര പണ്ഡിതന്മാരെ മരിച്ചു. അപ്പൊ ഇവരെയൊക്കെ കാണാനുള്ള ഒരു ലോകമാണ് സ്വർഗം. ഈ സ്വർഗം നമുക്ക് വേണം. സ്വർഗം നരകം എന്ന ഒരു ഓപ്ഷൻ അല്ലാതെ 3ാമതൊരു ഓപ്ഷൻ വേറല്ല. നമുക്കത് ഏത് വേണം? നമുക്കത് സ്വർഗം വേണം. അതാണ് റസൂൽ പറഞ്ഞല്ലോ, സ്വർഗത്തിന് 100 ദറജകളുണ്ട്. ഇന്ന ഫിൽ ജന്നത്തി 100 ദറജ കുല്ലു ദറജത്തൈനി മാ ബൈന സമാഇ വൽ അർദ്. 100 ദറജകളാണ് സ്വർഗത്തിന്, 100 തട്ടുകൾ, 100 പദവികൾ. ഒരു പദവി എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള ദൂരം ഉണ്ടാവും, ഒറ്റ പദവി. അപ്പൊ എത്രയാണെന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും സൗഭാഗ്യമുള്ള, സുന്ദരമായ, സൗകര്യമുള്ള ഏതാണ്? ഫിർദൗസാണ്. അതിൽ നിന്നാണ് സ്വർഗത്തിലെ 4 നദികൾ ഒഴുകുന്നത്. ആ ഫിർദൗസിന്റെ മുകളിലാണ് അല്ലാഹുവിന്റെ അർശ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഫിർദൗസിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അതാണ് പറയുന്നത്, പടച്ചോനെ ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ. ആ ഫിർദൗസിലാണ് അല്ലാഹു റസൂൽ ഉണ്ടാകുക, സഹാബത്ത് ഉണ്ടാകുക, ശുഹദാക്കൾ ഉണ്ടാകുക, സ്വാലിഹീങ്ങൾ ഉണ്ടാകുക. ആ ഫിർദൗസ് നമുക്ക് വേണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് വരുന്ന മനുഷ്യൻ, പ്രവാചകൻ പറയണം, ഏറ്റവും അവസാനം സ്വർഗത്തിലേക്ക് വരുന്ന ഒരാള്, അയാള് യഖൂബു മർറ വയംസി മർറ വതസ്ഫഉ നാർ മർറ. അയാള് ഏറ്റവും അവസാനാണ് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മനുഷ്യനായ ആ മനുഷ്യനാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അയാൾ കുറെ മുഖകുത്തി വീഴും, കുറെ അയാൾ നടക്കും, കുറെ നരകം അയാൾ മൂടും. അങ്ങനെ നരകത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് പിന്നെ അദ്ദേഹം നരകത്തിലേക്ക് തിരിഞ്ഞു പോകും. എന്നിട്ട് പറയും, അൽഹംദുലില്ലാഹി ലദീ അഅ്താനി, എനിക്കിത് നൽകിയ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഇങ്ങനെ ഒരു അനുഗ്രഹം അല്ലാഹു മുൻഗാമികൾക്കോ പിൻഗാമികൾക്കോ ആർക്കും നൽകിയിട്ടില്ല എന്നാണ് അയാൾ വിചാരിക്കുന്നത്. അത്രയാൾക്ക് മാത്രമേ കിട്ടാറുള്ളൂ. അങ്ങനെ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ, അങ്ങനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോണ്ടാവും ഒരു മരം ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. ആ മരത്തിന്റെ പ്രത്യേകത എന്താണ്? ആ മരത്തിന്റെ പ്രത്യേകത അത് ആ മനുഷ്യൻ പറയും, പടച്ചോനെ ആ മരത്തിൽ നിന്നുള്ള വെള്ളം, പ്രത്യേക വെള്ളമുള്ള മരമായിരിക്കും, ആ മരത്തിന്റെ തണലും കൊണ്ട് കഴിയാത്ത അവസരം നീ എനിക്ക് ഉണ്ടാക്കി തരുമെന്ന്. അപ്പൊ പടച്ചോൻ അയാളോട് പറയും, ഞാൻ ഇത് തരാം. നരകത്തിന്റെ അവസാനം രക്ഷപ്പെടല്ലേ, പക്ഷെ നമ്മൾക്കൊരു കരാറുണ്ട്. ആ കരാറുണ്ട്, ഇനി എന്നോടൊന്നും ചോദിക്കരുത്. ഇത് അവസാനത്തെ ചോദ്യം. ഇനി അത് തരുമോ ഇത് തരുമോ എന്ന് ചോദിക്കരുത്. അപ്പൊ ആ മനുഷ്യൻ പറയും, നമ്മൾ തമ്മിൽ കരാറുകൾ ഏർപ്പെടുത്തി. അങ്ങനെ കുറെ കാലം അതിന്റെ ചുവട്ടിൽ കഴിയുമ്പോൾ ആ മനുഷ്യൻ ക്ഷമിക്കാൻ കഴിയില്ല. കാരണം എന്താ? അതിലേറെ നല്ല മരങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ മനുഷ്യൻ പറയും, പടച്ചോനെ ഈ മരത്തിന്റെ ചുവട്ടിൽ നിന്ന് മാറ്റി ഇതിലേറെ തണലും ഇതിലേറെ മധുരമുള്ള വെള്ളവും ലഭിക്കുന്ന ആ മരത്തിന്റെ ചുവട്ടിലേക്ക് നിന്ന് മാറ്റുമെന്ന്. അപ്പൊ റബ്ബ് പറയും, ഇനി വേറൊന്നും തരൂട്ടോ. അങ്ങനെ അത്ഭുതമായ ഒരു ഹദീസാണത്. അങ്ങനെ 4 പ്രാവശ്യം മനുഷ്യൻ അല്ലാഹു സ്ഥലം മാറ്റി കൊടുക്കും. അവസാനം
അവസാനത്തെ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ശബ്ദം ഈ മനുഷ്യനെ കേൾക്കും. ഈ മനുഷ്യൻ പഠിച്ചോനെ, എനിക്ക് ആ സ്വർഗത്തിന്റെ വാതിലൊന്ന് തുറന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരുമോ? അപ്പൊ അപ്പൊ പറയും, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് ദുനിയാവിൽ എല്ലാ മനുഷ്യന്മാർക്കും കൂടി നൽകിയ അനുഗ്രഹവും പിന്നെ അത്ര കൂടി മതിയോ എന്ന് ചോദിക്കുന്ന ഈ മനുഷ്യൻ പറയും, അലാ തഹ്സിബുനി, പടച്ചോനെ നീ എന്നെ പരിഹസിക്കുകയാണോ? അൻത റബ്ബുൽ ആലമീൻ, നീയാണല്ലോ ലോകരക്ഷിതാവായ അല്ലാഹു എന്ന് പറയുന്നത്. ഇത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം ചിരിച്ചു. സഹാബത്തൊന്നും ചോദിച്ചൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങളെന്താ, എന്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്താ ചോദിക്കാത്തത്? അപ്പൊ അവർ ചോദിച്ചു, എന്തെങ്കിലും ചിരിച്ചത്? അള്ളാന്റെ റസൂല് ഞങ്ങൾക്ക് ഈ ഹദീസ് പറഞ്ഞിങ്ങനെ തരുന്നതിനിടയിൽ നബി ചിരിച്ചു. അവൻ നബിനോട് ഞങ്ങൾ ചോദിച്ചു, നബി നിങ്ങൾ എന്തിനാ ചിരിക്കണത്? ഈ മനുഷ്യൻ ഈ ചോദ്യം ഉണ്ടല്ലോ, നിനക്കൊരു ദുനിയാവിൽ ഒരു മനുഷ്യന് നൽകുന്ന ഈ മനുഷ്യന്മാർക്ക് മുഴുവൻ നൽകിയ അനുഗ്രഹവും പിന്നെ അത്രയും കൂടി മതിയോ എന്ന് ചോദിക്കുമ്പോൾ റബ്ബിനോട് ഇയാൾ ചോദിക്കൂല, എന്ത് പടച്ചോനെ നീ ലോകരക്ഷിതാവായ അള്ളാഹുവായി തന്നെ പരിഹസിക്കുകയാണോ? ഈ സംസാരത്തിൽ അള്ളാഹു ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നബി ചിരിച്ചത്, അതുകൊണ്ടാണ് ഞാനും ചിരിച്ചത്. റബ്ബ് പറയുന്ന അങ്ങനെയൊന്നുമല്ല, ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാൻ കഴിയുന്നവനാണ് ഞാൻ എന്ന് റബ്ബ് പറയുന്നത്. അപ്പൊ എത്ര പേർ സ്വർഗത്ത് പോകാറുണ്ട്? ഈ സ്വർഗം എപ്പോഴും നമ്മൾ ഇങ്ങനെ ആലോചിക്കണം. ഈ സ്വർഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ സ്വർഗമാണ് നമ്മളെ തിന്മയിലേക്ക് വഴി നടത്തുന്നതിൽ നിന്ന് നമ്മളെ തടയുന്നത്. തന്നെയല്ലേ നമുക്ക് പണ്ടൊക്കെ ഇപ്പൊ സ്വർഗത്ത് പോകണം നരകത്ത് പോകരുത് ഈ ഒരു ചിന്ത വേണം നമ്മളൊക്കെ നന്നാക്കിയത്. വല്ല തർക്കമുണ്ടോ? ആണല്ലോ. അപ്പൊ ഈ ചിന്ത നമുക്ക് ആർക്കും കൂടി നൽകണം. നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നിങ്ങളും രക്ഷപ്പെടണം, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം. അതാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായ മാതാപിതാക്കളെ നമുക്ക് കാണണം, നമ്മുടെ മരണപ്പെട്ടു പോയ മക്കളെ കാണണം, നമ്മുടെ പ്രവാചകനെ നമുക്ക് കാണണം, സഹാബിമാരെ നമുക്ക് കാണണം, ഈ സ്വർഗത്തിൽ നമുക്ക് എത്തണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. എന്ത്? ഞാൻ സ്വർഗത്ത് പോകുമ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തിനെയും സ്വർഗത്തേക്ക് എത്തിക്കാൻ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തമാകുമ്പോൾ നമ്മൾ ഏത് പണി നിർവഹിക്കും? എന്ത് പണി നിർവഹിക്കും? നമ്മൾ ഉപദേശിക്കും. ഉപദേശിക്കാതിരിക്കുന്നത് ആത്മാർത്ഥത കുറവുകൊണ്ടാണ്. എവിടെയാണെങ്കിലും, ഒരു മദ്രസയിലെ ടീച്ചറാണെങ്കിലും ഒരു സ്കൂളിലെ ടീച്ചർ, അപ്പൊ അവരോടൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും, എന്തിനാണ് സാറേ നിങ്ങൾ ഈ കുട്ടികളെ ഉപദേശിക്കാതിരിക്കുന്നത്? അവരുടെ റൂമിട്ട് കാണും ഉപദേശകരുടെ കൂടെ അവനാന്റെ പണിയെടുത്ത് നടന്നാൽ പോലെ എന്തിനാണ് ഈ പോക്സോ കേസ് പെടാൻ വേണ്ടി ഇങ്ങനെയാണോ ഉപദേശിക്കുന്നവരെ കുട്ടികളെ പണി കൊടുക്കാനാണ്? ഉപദേശിക്കൂല. നമ്മൾ എന്തിനാണ്? നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പണി എന്ന് പറഞ്ഞാല് നമുക്കപ്പോൾ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ ഭാര്യയോട് കാര്യങ്ങൾ ഭർത്താവിനോട് പറയേണ്ടി വരും, അല്ലേ? ഭർത്താക്കന്മാരോട് കുറെ പറഞ്ഞാൽ ഭർത്താക്കന്മാർ കുറെ കഴിയുമ്പോൾ നന്നാവും. ഒരു പക്ഷെ എപ്പോഴൊന്നും നന്നാവില്ല, കുറെ കഴിയുമ്പോൾ നന്നാവും. ഇക്കാലം എത്രയോ മനുഷ്യന്മാരറിയാം. എന്നാൽ നല്ല ഭാര്യയായിരിക്കും, ഒന്നും ഭർത്താവിനോട് ഉപദേശിക്കൂല. അവസാനം ഭർത്താവിന്റെ പോലെ തങ്ങൾക്കായി തീർന്ന ഭർത്താവിന്റെ ഒന്നിനും പറ്റാത്ത ഭാര്യമാരായി തീർന്നവരുണ്ട്. നമ്മൾ ഇത് ആഗ്രഹിക്കണം. സ്വർഗത്തിൽ എന്റെ കൂടെ എന്റെ ഭാര്യ ഉണ്ടാകണം, എന്റെ ഭർത്താവ് ഉണ്ടാകണം, എന്റെ മക്കൾ ഉണ്ടാകണം, എന്റെ ജ്യേഷ്ഠനിയന്മാരുണ്ടാകണം, എന്റെ പെങ്ങന്മാർ കുട്ടികൾ ഉണ്ടാകണം, എന്റെ പെങ്ങന്മാരുണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഇസ്ലാം ദീനിനെ കുറിച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ഇന്നത്തെ ഒരു ആശങ്ക എന്താ പറയുക? ഇന്നത്തെ ഒരു ആശങ്ക ഇതിലേക്ക് നമുക്കത് കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. പക്ഷെ ഇന്നത്തെ ഒരു ആശങ്ക നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പരാജിതരാകുന്നു എന്നുള്ളതാണ്. നമ്മൾ പരാജിതരാകുന്നു. ചില്ലറ പരാജയമല്ല. ഞാൻ ഇവിടെ പെൺകുട്ടികളൊക്കെ ഇരിക്കുന്നത് പോലെ മോശമാക്കി പറയില്ല. എന്നാലും എനിക്ക് തോന്നുകയാണ് ആൺകുട്ടികളെക്കാൾ നമ്മൾ പരാജിതരാകുന്നത് പെൺകുട്ടികളുടെ കാര്യത്തിലാണ്. എന്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങൾ സ്ത്രീകൾക്ക് എത്രത്തോളം അഭിപ്രായം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പൊ 3-4 കൊല്ലമായി. വളരെ മുമ്പൊക്കെ നമ്മൾ ആൺകുട്ടികളുടെ കാര്യം നമുക്ക് വലിയ ബേജാറുണ്ടായിരുന്നു. ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു അധ്യാപകനാണ്. എനിക്ക് എന്റെ സ്കൂളിൽ ആൺകുട്ടികളുടെ കാര്യം എന്താ ബേജാറ്? കാരണം 96% മുസ്ലിം കുട്ടികളാണ്. എനിക്ക് ബേജാറ് പെൺകുട്ടികളെ കാര്യം. എന്താണ് അങ്ങനെ ആകാൻ കാരണം? ഇതൊക്കെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളല്ലേ. ഇന്ന് ഞാൻ പറയില്ല, ഞാൻ ഈ പറയുന്ന ഇന്ന് ഞാൻ എൻ്റെ മോന്റെ കിട്ടിയ മീറ്റിംഗ് പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലാണ്. അപ്പൊ ഞാനിങ്ങനെ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ആലോചിച്ചു, എന്തറിയോ ഞാനിങ്ങനെ നമ്മൾ പോണല്ലേ തന്നെ അവിടെ നമ്മള് വന്നു ഞാൻ വരണ്ടേ, ഒരു പരിപാടി ഉണ്ട്, ഇത് വൈകുന്നേരം കിട്ടിയ മീറ്റിംഗ് ഞാൻ മാറ്റി ചെയ്യും. നമ്മൾ പോട്ടെ. നമ്മുടെ കുട്ടിക്ക് പനിയായി കഴിഞ്ഞാൽ ഡോക്ടറെ കാണിക്കാൻ എത്ര നേരം വരിക്കുന്നുണ്ട്, ഇല്ലേ? അതെന്തിനാ?
നമ്മുടെ കുട്ടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനാണ്. ഇതേപോലെ നമ്മൾ സംരക്ഷിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ജീവിതം. നമ്മുടെ കുട്ടികൾ ഒരു വർഷം പഠിക്കുന്ന സ്കൂളിൽ ബാപ്പിക്ക് ഏറ്റവും ചുരുങ്ങിയത് 4 വട്ടെങ്കിലും പോയി എല്ലാ അധ്യാപകരും നമ്മൾ കാണണം, എല്ലാരും നമ്മൾ കാണണം. അപ്പൊ ഇങ്ങനെ കാത്തുക്കണം. ഞാനപ്പോ സ്ഥാപനം നടത്തിയിട്ട് സെക്രട്ടറിയാണ്, എന്നിട്ട് ഞാൻ അവിടെ ടീച്ചറെ കാത്തുക്കണം. ആയിക്കോട്ടെ, പ്രശ്നമല്ല. കാത്തുക്കേണ്ട 10,500 കുട്ടികൾ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, ഇടക്കരയിലെ ഗൈഡൻസ് സ്കൂള്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ ഇരുന്ന് ഡോക്ടർമാർ പറയുമ്പോൾ കുട്ടീൻ്റെ അത് കുട്ടീൻ്റെ, അപ്പൊ നമ്മൾ കേൾക്കണം. നമ്മുടെ പ്രശ്നം എന്താ തരും നമ്മൾ ആലോചിക്കുമ്പോൾ. പിന്നെ ഞാൻ ഈ അടുത്ത് പിന്നെ നമ്മുടെ ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ 7ാം ക്ലാസ് പഠിക്കണം. ആ കുട്ടികൾ വളരെ മോശം ഒരു സംഗതി ഒരാളുടെ വീഡിയോ അത് എക്സാം വിളിച്ചിട്ട് പറഞ്ഞു ഇതെന്താ നമ്മൾ ചെയ്യാൻ. കുട്ടിയോട് എന്നോട് പറഞ്ഞു പിന്നെ എൻ്റെ വീട്ടിൽ അറിയിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ 3 പ്രേമത്തിന്റെ ആളുകളാണ് ഒരു ഒന്നില്. എങ്ങനെയൊക്കെ ഒരു പെണ്ണിട്ട് മനുഷ്യനെ കൊണ്ടുവരാൻ താമസിക്കാം ഇതിനെ കൊണ്ടുവരുമാണല്ലോ പറയും. അപ്പൊ പിന്നെ അപ്പൊ ഇത് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് ഇതിനൊക്കെ മനസ്സിലാലോചിച്ച് ഉറക്കം വരുന്നില്ല, ഇടങ്ങാറ് വീട്ടിൽ പറയണല്ലോ. ഞാൻ ഇവരുടെ ഒരു അമ്മയുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. അപ്പൊ ഇവനെ ഞാൻ വിളിച്ചു. കുട്ടി അപ്പൊ ഇതിന്റെ കൂട്ടത്തില് ഒരു മഞ്ചേരി ജയിൽപാലനായി PSC സ്കൂൾ കിട്ടിയ ടീച്ചർ വന്നതാണ്. ആ ടീച്ചർ സാറേ ഇതിലേറെ നല്ലത് കൊലപാതകികൾ കാവിലേനി ദുഃഖടങ്ങുന്നവരുടെ പണിയാണ്, ചെറിയേനി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് തരൂലേനി. സത്യത്തില് എന്താ വലിയ ഇറങ്ങാറാണ്. ഇത് ഇറങ്ങാറൊന്നുമില്ല. എന്താ സ്റ്റാഫ് റൂമിൽ വന്നിരിക്കുമ്പോൾ ഞാൻ ഇറക്കുക, ക്ലാസ് പോവുക, കുട്ടികളെന്താ ചെയ്തോട്ടെ, നമ്മൾ പഠിപ്പിച്ചപ്പോൾ എഴുതി കൊടുക്കുക പോലെ അങ്ങനെ ഇറങ്ങാറില്ല. അങ്ങനെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര ഇറങ്ങാറാണ്, നമുക്കൊന്നും കണ്ടെടുക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഞമ്മക്ക് ആരുടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രശ്നമില്ല. അപ്പൊ എന്താ വെച്ചാൽ ഇങ്ങനെയാണല്ലോ. ഒരു കുട്ടികളാലോചിച്ച് നിങ്ങൾ സുബൈക്ക് പള്ളിക്ക് പോകാൻ വേണ്ടി നിന്നതാണ്, വാതിൽ ഇങ്ങനെ തുറന്നത്. ഒരു നാട്ടിലെ കാര്യപ്പെട്ട അറിയപ്പെടുന്ന കുടുംബത്തിൽ, അറിയപ്പെടുന്ന കുടുംബം, ആ നാട്ടിൽ ചെന്ന് ആ കുടുംബത്തിന്റെ അഡ്രസ്സിന്റെ ആദ്യത്തെ അക്ഷരം പറഞ്ഞ ആ നാട്ടുകാർ മുഴുവൻ അറിയും. ആ കുടുംബത്തിലൊരു പെൺകുട്ടി സുബൈക്ക് ബാപ്പ പോണീന്റെ മുമ്പ് പഠിച്ചോണ്ട് ഞാൻ പോണീന്റെ മുമ്പ് എങ്ങനെ വാതിൽ തുറന്ന് നടക്കണം. നേരെ ചെന്ന് ചെക്കൻ്റെ മുമ്പിൽ ചെക്കൻ നടന്നു എണീറ്റ് പോകുന്ന ഭാര്യ നോക്കാൻ ഭാര്യ അവിടെ, പിന്നെ ആരുള്ളത് മകളാണ്. ചന്ദ്രപ്പാവിന്റെ മകളില്ല. അതാലോചിച്ച് ബാപ്പാന്റെ നല്ല നീളമുള്ളൊരു മനുഷ്യൻ, നാട്ടുകാരുടെ വലിയ ബഹുമാനമുള്ള ഒരു മനുഷ്യൻ. മോളവല്ല, ആ റൂമിൽ മോളില്ല. പിന്നെന്താ എന്തായിരിക്കും അതിലൊരു അവസ്ഥ, എന്തായിരിക്കും അതിലൊരു അവസ്ഥ? ആ കിടങ്ങാറായി അയൽവാസികൾ 3-4 ആളുകൾ അറിഞ്ഞു. പിന്നെ എല്ലാവരും വിചാരിച്ചു ഒരു മാത്രമേ അറിയുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളെ കാര്യം ഉറക്ക നാട്ടുകാർ മൊത്തം അറിയുന്നു. പിറ്റേ ദിവസം വൈകുന്നേരം വയനാട്ടിൽ നിന്ന് പോകും. ബാപ്പ ഞാൻ വെള്ളം കിട്ടണം. ഒരു രാത്രി കഴിഞ്ഞിട്ട് ബാപ്പ പോവുകയും ഇവിടെ കൊണ്ടു നമ്മൾ മഞ്ചേരി. നമുക്കൊന്നും കുട്ടികളെ 18 വയസ്സിന് ഉപദേശിക്കാനൊന്നും അവസരമല്ല. പക്ഷെ എന്നാലൊരു ബാപ്പയായിട്ട് ബാപ്പാരങ്ങളൊക്കെ പോലീസുകാരെങ്കിലും നമ്മളെ എൻ്റെ ബാപ്പാനൊന്നും നോക്കിയ ഇന്നൊരു ദിവസം എനിക്ക് ബാപ്പാനൊപ്പം പോയി കൂടെ വെച്ച് ഭാഗ്യത്തിന് അന്നൊരു ദിവസം എനിക്ക് ബാപ്പാനൊപ്പം പോയി. ഇങ്ങനെ എത്ര കേസുകൾ ഞാൻ പറഞ്ഞതറിയോ? നമുക്ക് നമ്മുടെ കുട്ടിയുടെ നിലവിലുള്ള പനിയും തലവേദനയും മാറ്റാൻ നമ്മൾ ചെറുപ്പം മുതലേ ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കിട്ടണമെങ്കിൽ ആ നാട്ടിലെ പീഡിയാട്രിസ്റ്റിന് നമ്മൾ എത്ര പൈസ കൊണ്ടേ കൊടുക്കണം, എത്ര ടെൻഷൻ അടിക്കണം, എത്ര ഇടങ്ങാറാകണം അല്ലേ? ഗർഭം ചുമന്നത് മുതൽ പിന്നെ കിടന്നിട്ടും റെസ്റ്റ് എടുത്തിട്ടും ഇടങ്ങാറായിട്ട് പ്രസവിച്ച് നോക്കി ഉണ്ടാക്കി ഇങ്ങനെ കുട്ടികളെ വളർത്തുന്നത് അല്ലെ? ഇന്നത്തെ കുട്ടികളെ വളർത്തിന്റെ അവസ്ഥകൾ ആലോചിക്കും. ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എനിക്ക് വലിയ പ്രായമൊന്നുമില്ല, 19 വയസ്സുള്ളൂ. എന്നാലും നമ്മുടെ കുട്ടികളെ വളർത്തിന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുക. ഞാൻ ഈ മോനെ പഠിത്ത് 8ാം ക്ലാസ്സിലാണ്. ഒരു കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ടൂറുണ്ട് സ്കൂളിൽ. ഞാൻ വന്നിട്ട് ബൈക്കിനെ കൊണ്ടുപോയത്, അല്ല കാറിലാണ് ഞാൻ കൊണ്ടുപോയത്. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ കയറിയപ്പോൾ ഭയങ്കര ബ്ലോക്ക് സ്കൂള്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു കുറച്ചും കൂടെ ഒന്ന് കയറ്റി തന്നാൽ മതിയായിരുന്നു. എന്താ വണ്ടി തിരിച്ചു പോകാനൊക്കെ കഴിഞ്ഞ പറ്റാ. എന്താ സംഭവം? കുട്ടികളെ ടൂർ പറഞ്ഞേക്കാൻ വേണ്ടി ആരും വന്നിട്ടുള്ളത് എയർപോർട്ടിൽ കയറ്റി അയക്കാനല്ല. വല്യമ്മ, വല്യപ്പ, പാപ്പ, ഉമ്മ, ആങ്ങള, പെങ്ങൾ ഇതൊക്കെ അവനാന്റെ കുട്ടിയെ ടൂർ പറഞ്ഞേക്കാൻ വേണ്ടി വന്നതാണ്. കുഴപ്പമൊന്നുമില്ല, വന്നോട്ടെ. അപ്പൊ ഞാൻ ഗ്രൗണ്ട് വഴി അതിലെ പോകാൻ വണ്ടി ഗ്രൗണ്ട് നിറച്ചു വണ്ടി. അപ്പൊ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ കാത്തുകയാണ്. എന്റെ ചെറുക്കൻ ഞാൻ ആക്കിയാണ് പോകാൻ വരിക.
ഇത് പോണത് കാണാൻ വേണ്ടി കാത്തിക്ക. അവനാണ് കുട്ടി പോണത് കാണാനേ 1500 ഉറുപ്പ്യാണെങ്കിൽ 4500 5000 നമ്മൾ കൊടുക്കും. എന്തിനാ? എന്തിനൊക്കെ വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ എത്ര നമ്മൾ കൊടുക്കുകയാണെന്ന് ആര് എല്ലാവരും കൊടുക്കുകയാണ്. പിന്നെ വിശന്നിങ്ങനെ വരികയാണെങ്കിലും കുടുംബാറ് ജ്യൂസ് കുടിക്കുകയാണെങ്കിലും പഠിക്കാൻ അതിന് 70 ഉറുപ്പ്യ കൊടുക്കണ്ടേ? ആ 70 ഉറുപ്പ്യ കുറച്ച് ഓറഞ്ച് വാങ്ങിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ അത് കുട്ടികളുടെ ആവശ്യത്തിന് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുന്ന വ്യാപാരമാണ്. ഇതിന് മടി പൈസ ഒരു കൂട്ടി കുട്ടികൾ പോണതൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഓമനിച്ച് വളർത്തിയ കുട്ടിയാണ് 19 വയസ്സാകുമ്പോൾ പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ ചോയ്സ്. ഇങ്ങനെയും കൊണ്ട് നടന്ന ബാപ്പാനൊരു ആവശ്യമില്ല, ബാപ്പാനൊരു പരിഗണനല്ല, ഉമ്മാനൊരു ആവശ്യമില്ല. അങ്ങനെയുള്ളൂ ബാപ്പാൻ. അങ്ങനെയുള്ള ആലോചിച്ചു ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഒറ്റക്ക് പോകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചതൊക്കെ. ഇന്ന് ഞാൻ അങ്ങനെ കണ്ടു വലിയ 2 നല്ലൊരു പേര. അതിനുള്ളിൽ ആകെ ഒരു മനുഷ്യത്തി മാത്രമേ ഉള്ളൂ. 2 ആൺകുട്ടികൾ, 2 ബാംഗ്ലൂർക്ക് പഠിച്ചാൽ പോയതാ. ഭർത്താവ് ഗൾഫിൽ. ഞാൻ അങ്ങനെ അപ്പൊ അങ്ങനെയുണ്ടോ കുട്ടിയൊക്കെ 35 വയസ്സ് 39 വയസ്സ് 45 വയസ്സൊക്കെ വലിയ പ്രായമായിട്ട് അവർക്ക് തോന്നാം. നമുക്കറിയാം നമ്മൾ നല്ല പ്രായമാണുള്ളത് അവിടെ ഉള്ളത്. എന്നിട്ട് ഈ ബാപ്പ ഗൾഫിൽ എങ്ങനെയൊക്കെ കഴിയാം. ഞാനവിടെ നമ്മളെ സംഘടനാ പരിപാടിക്കൊക്കെ പോകുമ്പോൾ വിസിറ്റിങ്ങിന് പോകുമ്പോൾ നിൽക്കലുണ്ട്. 1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുവാണെങ്കിലും 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങുവാണെങ്കിലും 4 റൂമിലുണ്ടെങ്കിൽ ഒരു ലേറ്റ് ഇടാൻ സമയമുണ്ട്. ഓനാണ് അടുക്കളയിൽ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടാകണം. ഓൻ കിടക്കുന്നത് അത്ര പോകാൻ ചെറിയൊരു ബെഡിലാണ്. 4 കൂടി ഒരു ബാത്റൂമേ ഉണ്ടാവുള്ളൂ. ഇവൻ അവിടെ കടന്ന് ഈ വലിയ നില അവർ പെൺകുട്ടിക്ക് ഒരു റൂം, അപ്പുറത്തെ പെൺകുട്ടിക്ക് ഒരു റൂം, ഇപ്പുറത്തെ ആൺകുട്ടിക്ക് ഒരു റൂമോ ഓരോരുത്തർക്ക് ഒരു റൂമൊക്കെ അങ്ങനെ ഇടങ്ങാറായി ആകെ സ്വീപ്പായി 10, 45, 48, 50, 55 ഒക്കെ വയസ്സാവുമ്പോൾ പഠിച്ചോനെ എന്റെ കുട്ടിന്റെ കല്യാണത്തിനൊന്ന് പങ്കെടുക്കണല്ലോ, അതിനൊന്ന് വരണല്ലോ എന്നൊക്കെ വിചാരിച്ച് ലീവ് അടിച്ച് വരുമ്പോഴോടെ കടയിൽ പോയിക്കോണം. ആലോചിച്ചു എന്തൊരു ക്രൂരതയെ ഈ മക്കൾ ചെയ്യുന്നതെന്നൊന്ന് ആലോചിച്ചു. എന്തൊരു ക്രൂരത ചെയ്യുന്നത്. എന്നോട് എന്തൊരു ഉമ്മ എന്നെ വിളിച്ചു, എന്റെ കുടുംബത്തിൽപ്പെട്ട എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഉള്ളാന്നൊക്കെ പറയുന്നത് പൊട്ടി അത് ഉമ്മ എന്ന് പറഞ്ഞാൽ എല്ലാ പുറാകാശം ഉണ്ടാവും. എല്ലാ പുറാകാശം തൊണ്ടയിലുണ്ട്. അദ്ദേഹം ഉമ്മ പറഞ്ഞോട് അത് നോക്കടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരൊക്കെ പഴയ ഐഫോൺ ഉണ്ട്. ഈ ഐഫോൺ 16-ാമത്തെ വയസ്സിൽ +1 പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. കുട്ടിക്കൊറ്റൊക്കെ പോകും. അങ്ങനെ ഉണ്ടാവും. നമ്മൾ നമ്മുടെ കുട്ടികൾ ഉഷാറാണ്. ഓരോരുത്തർ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഞാൻ അതേ പറഞ്ഞു ഇപ്പൊ തന്നെ കുട്ടിക്ക് ഇതിന്റെ വേണ്ടോ പഠിക്കാതെ നോട്ടോട് പോയിട്ടോ 19 വയസ്സോട് കല്യാണം ഞാൻ നടത്തി തരും. നല്ല പുതിയാപ്പളെ ഞാൻ കൊണ്ടുതരും. ഞാൻ ഇടക്കിടക്ക് കാണുമ്പോൾ പറയും കുട്ടിക്കറിയായല്ലോ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാണ്. അള്ളാന്റെ വലിയ കുതിരത്തോണ്ട് ആ കഴിയുന്ന കുട്ടി കഴിച്ചില്ലായി. ഇപ്പോൾ കല്യാണം ഉണ്ടാക്കി നമ്മൾ നന്നാക്കി കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന നമ്മൾ അതിന്റെ ചക്കനാണ്. ഇതാണ് അവസ്ഥ. എന്താ നമ്മൾ ചെയ്യുക? ഇതിന് നമ്മൾ എന്ത് ചെയ്യും?